നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയിൽ ടോൾ പിരിവിനുള്ള മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഡോക്ടർ കെ.എം. എബ്രഹാമിന്റെ കിഫ്ബി നീക്കത്തിന് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ഭാഗത്ത് നിന്ന് സ്റ്റേ വന്നേക്കും. ഏതാനും മാസങ്ങൾക്കകത്ത് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് ചിഹ്നം നഷ്ടമാകാതിരിക്കണമെങ്കിൽ ഇത്തരം ഉഡായിപ്ലിക്കേഷനൊക്കെ തന്നെ നടത്തിയാലേ മതിയാവുകയുള്ളൂ. CPM ധനമന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമാണ് ഇത്. മുഖ്യമന്ത്രിയുടെ കസേരയിൽ ആണിയടിക്കാനുള്ള തന്റെ ദീർഘകാല സ്വപ്നത്തിന്റെ ഭാഗമായി മുൻ ധനമന്ത്രി തോമസ് ഐസക്കും മുൻ മരാമത്ത് മന്ത്രി G. സുധാകരനും ചേർന്നാണ് ഇത്തരമൊരു ഐഡിയ K.M. എബ്രഹാമിന് പകർന്നു നൽകിയത്. എബ്രഹാമിന്റെ പണി മുൻപിൽ ആലോചിക്കാതെ പിണറായി അംഗീകരിക്കുകയായിരുന്നു. ടോൾ എന്ന മഹാസംഭവത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നൽകിയ നിർദ്ദേശം. നിത്യനിദാന ചെലവുകൾക്കായി നെട്ടോട്ടമോടുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യണമെങ്കിലും സർക്കാരിന് വായ്ക്കരി ഇടണമെന്നാണ് അവസ്ഥ. ഒരു കാലത്ത് ദേശീയപാതകളിൽ ടോൾ പിരിവ് നടത്തുന്നതിന് എതിരെ നിരവധി സമരങ്ങൾ നയിച്ച പ്രസ്ഥാനമാണ് CPM. റോഡുകൾ സ്വകാര്യ വൻകിട മുതലാളിമാർക്ക് തീരെഴുതുന്നു എന്ന മുദ്രാവാക്യമായിരുന്നു അക്കാലത്ത് പാർട്ടി മുഴക്കിയത്. എന്നാൽ കാലം മാറിയതോടുകൂടി പതിവ് പോലെ CPM നിലപാടും മാറ്റി. ടോളിന് പാർട്ടി എതിരല്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോഴത്തെ കിഫ്ബിക്ക് വേണ്ടി പ്രത്യേകം ടോൾ പിരിയാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് CPM ഭരിക്കുന്ന ഇടത് സർക്കാർ. പഴയതെല്ലാം പാർട്ടി മറന്നാലും ജനങ്ങൾ മറക്കുകയില്ല. കിഫ്ബിയിലെ വായ്പാ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനം. കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ സർക്കാർ പ്രത്യേക നിയമം കൊണ്ടുവരാനാണ് ഒരുങ്ങുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 50 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ മാത്രമാണ് ടോൾ ഈടാക്കുക. ഇത് സംബന്ധിച്ച നിയമ നിർമ്മാണത്തിന് മന്ത്രിസഭയുടെ അനുമതി നൽകി കഴിഞ്ഞിരുന്നു. വായ്പ എടുക്കുന്നതിലെ പ്രതിസന്ധി മറികടക്കാനാണ് സർക്കാർ തീരുമാനം. കേന്ദ്ര വിഹിതത്തിൽ അടക്കമുണ്ടായ കുറവ് മറികടന്ന് സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തടസ്സമില്ലാതെ മുന്നോട്ടു പോകാൻ അവസരമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യം. കിഫ്ബിയുടെ കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടിയാണ് വായ്പയെടുത്ത പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത്. വായ്പാ പരിധി വെട്ടിക്കുറച്ചതിനെതിരെ സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് ദേശീയ ഹൈവേ അതോറിറ്റി ടോൾ പിരിക്കുന്ന മാതൃകയിലാണ് കിഫ്ബിയും ടോൾ പിരിക്കുന്നത്. ദേശീയപാതകളിൽ എത്ര ദൂരം എന്ന് കണക്കാക്കാതെ ഓരോ ബൂത്തിലും നിശ്ചയ തുക ടോളായി നൽകണം. എന്നാൽ കിഫ്ബി റോഡുകളിൽ യാത്ര ചെയ്യുന്ന ദൂരത്തിന് അനുസരിച്ച് ഓരോ ബൂത്തിലും ടോൾ നൽകിയാൽ മതിയാകും. തദ്ദേശവാസികൾക്ക് ടോൾ ഉണ്ടാകുകയില്ല. ടോൾ പിരിക്കാനായി നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും വിവാദം ഉറപ്പാണതുകൊണ്ട് തന്നെ ഇക്കാര്യം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ റവന്യൂ മന്ത്രി K. രാജൻ ഇത് അനുവദിക്കുന്നില്ല എന്ന നിലപാടിലാണ്. ടോൾ പിരിവിനായി കിഫ്ബി പഠനം തുടങ്ങിക്കഴിഞ്ഞു. കിഫ്ബി വായ്പ സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യത കൂട്ടുന്നുവെന്ന കേന്ദ്രവാദത്തിന് മറുപടിയായി കേന്ദ്ര സ്ഥാപനങ്ങളും ഇതുപോലെ കടമെടുക്കുന്നുവെന്ന് കേരളം വാദിച്ചിരുന്നു. എന്നാൽ ഈ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടവിന് വരുമാനം ഉണ്ടായിരുന്നു എന്നായിരുന്നു മറുപടി. ദേശീയപാത അതോറിറ്റിയുടെ ടോൾ വരുമാനം അടക്കം കേന്ദ്രം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കം തുടങ്ങിയത്. കിഫ്ബി കടം അധിക ബാധ്യത എന്ന CAG റിപ്പോർട്ടുകൾക്കും കേന്ദ്ര നിലപാടുകൾക്കും പിന്നാലെ പദ്ധതികൾക്ക് വായ്പ കിട്ടാത്ത പ്രശ്നം മറികടക്കാൻ കൂടിയാണ് ടോൾ വഴി തേടിയത്. ഇനി ടോളില്ലാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കിഫ്ബി അധികൃതർ പറഞ്ഞു. ഇന്ധന സെസ്സും മോട്ടോർ വാഹന നികുതിയുടെ പകുതിയുമാണ് ഇപ്പോൾ കിഫ്ബി വായ്പാ തിരിച്ചടവിന് ഉപയോഗിക്കുന്നത്. പാർട്ടിയിലും മുന്നണിയിലും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ആദ്യം ടോളിനെ എതിർത്ത CPM നിലപാട് മാറ്റിയതിനാലാണ് നയപ്രശ്നത്തിലെ പ്രശ്നമില്ല എന്ന വിലയിരുത്തലാണ് നീക്കം. ഈ വിഷയം മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമേ നിയമസഭയിൽ എത്തുകയുള്ളൂ എന്നാണ് കരുതുന്നത്. കേരളത്തിന്റെ ഇന്നത്തെ വികസനത്തിൽ നിർണായക പങ്കുകളുള്ള സ്ഥാപനമാണ് കിഫ്ബി എന്ന് സർക്കാർ ആണയിട്ട് പറയുകയാണ്. കഴിഞ്ഞ സർക്കാർ കേരളത്തിന്റെ വികസന പദ്ധതിയായി കിഫ്ബിയെ മാറ്റിയെന്നാണ് അവകാശവാദം. എന്തായാലും അവകാശവാദങ്ങൾ മാത്രമേ ഈ രണ്ടാം സർക്കാർ നടത്തിയിട്ടുള്ളൂ എന്ന കാര്യത്തിലും സംശയമില്ല. 50 കോടിക്ക് മുകളിൽ മുതൽ മുടക്കി നിർമ്മിച്ച റോഡുകളിൽ മാത്രമാണ് ടോൾ ഈടാക്കാൻ നീക്കം. ഇത് സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതി അംഗീകരിച്ചു. നിയമ ധനമന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. വിഷയം ഉടൻ മന്ത്രിസഭയുടെ പരിഗണനയിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ടോൾ പിരിവിനായി നിയമനിർമ്മാണം അടക്കം നടത്താനാണ് നീക്കം. എന്നാൽ ഇതിനു മുൻപ് ടോൾ പിരിവ് സംബന്ധിച്ച വാർത്ത ധനമന്ത്രി KN ബാലഗോപാൽ സ്ഥിരീകരിച്ചു. കിഫ്ബിയുടെ നിലനിൽപ്പിന് വരുമാനം ആവശ്യമാണെന്നും അതിനാൽ പല ശുപാർശകളും നടപ്പിലാക്കുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടെന്നും മന്ത്രി അറിയിച്ചു.
അതിനാൽ വരുമാനം ലഭിക്കുന്ന പല പദ്ധതികളും ഭാവിയിൽ പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടോൾ പിരിവ് സംബന്ധിച്ച വാർത്തകൾ തള്ളാതെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ ബാലഗോപാലിന് ലക്ഷ്യം സാമ്പത്തിക നേട്ടം മാത്രമാണ്. ബാലഗോപാൽ ഒരു ഘട്ടത്തിൽ കിഫ്ബിയെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചതാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ധനമന്ത്രിയെ KM എബ്രഹാം അതിനെ തുരങ്കം വെച്ചു കഴിഞ്ഞു. വിവാദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാകട്ടെ എന്നാണ് ബാലഗോപാലിന്റെ നിലപാട്.